ചെയ്ത് കൊടുത്താലോ? നമസ്കാരം. ഇത് തുടങ്ങിയിട്ട് ഈ ലൂല് തുടങ്ങിയിട്ട് ഒരു 12 വർഷമായി എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പരിപാടിക്കൂടെ വരുന്നത്. വരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം മലയാള സിനിമയിൽ ഒരു 30 വർഷമായി. മലയാള സിനിമയിലെ ആദ്യത്തെ പ്രായപൂർത്തിയായ മകൻ, അങ്ങനെ ഒരു മകനുമായിട്ടൊരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇതിനു മുമ്പ് മറ്റൊരു മകൻ ജോജിയിലൊരു മകനായിരുന്നു, പക്ഷെ അവൻ പ്രായപൂർത്തിയായിട്ടുണ്ടായില്ല. അപ്പോൾ പ്രായപൂർത്തിയായ ഈ മകൻ്റെ പ്രശ്നങ്ങളും എൻ്റെ പ്രശ്നങ്ങളും മറ്റു കുടുംബത്തിലെ പ്രശ്നങ്ങളും, അങ്ങനെ ഒരു 3 കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് വളരെ ഫണ്ണായിട്ട് ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ 2 അപ്പനും മകനും ഒരു കുടുംബത്തിൽ ബാച്ചലറായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നിധി കൂടുതൽ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും അതല്ലേ ആദ്യത്തെ ബാച്ചലറായിട്ടുള്ള മകനെന്ന് പറഞ്ഞത്? അതിലിതുകൂടി അർത്ഥമുണ്ട്. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു സിനിമയുടെ ഭാഗമായി കഴിഞ്ഞതിലും ഇവിടെ ഇത്രയും ആളുകളെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിലും വളരെ സന്തോഷം. നല്ലൊരു സിനിമയായിരിക്കും. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഹാസ്യത്തിനും ഫാമിലിക്കും പ്രേമത്തിനും എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു മൂവിയായിരുന്നു. ഇനി ബാക്കി ഷെയ്ൻ. ക്യാരക്ടറിൻ്റെ പേര് നേരത്തെ പറഞ്ഞ പോലെ സിലി ബേബി തോട്ടത്തിൽ നിന്നാണ്. ഇപ്പോൾ ഈ വന്ന പാട്ടെന്നെല്ലാം മനസ്സിലായിട്ടുണ്ടാകും. ഞാനിതുവരെ ചെയ്തൊരു സ്റ്റൈലല്ല, ഒരു കുറച്ച് വേറെ രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കുറച്ചും കൂടെ ഫൺ എൻ്റർടൈനർ അങ്ങനെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ്. നിങ്ങളുടെ ടെസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ട്. എല്ലാ സൈഡിൽ നിൽക്കുമ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടുത്ത് തന്നെ ഞങ്ങൾ റിലീസ് ഡേറ്റ് എല്ലാം അനൗൺസ് ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളുടെ ടീസർ ലോഞ്ചാണ് മെയിൻലി ഞങ്ങളിപ്പോൾ ഉദ്ദേശിച്ചത്. 6:30 ഓൾറെഡി യൂട്യൂബിൽ വന്നിട്ടുണ്ട്. സോണി മ്യൂസിക് സൗത്ത് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് ഉള്ളത്. എല്ലാവരും കാണണം. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടും ഈ സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവില്ലേ? ഒന്നൊരു ക്ലാപ്പ് എന്ന് പറഞ്ഞാൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ബാക്കി എല്ലാവരും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം മഹിമ നവ്യ. നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് മഹിമയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആൻഡ് ഓൾസോ ലെറ്റ്സ് വെൽക്കം ഷൈൻ ടോം ചാക്കോ. ആൻഡ് വി ഹാവ് രമ്യ സുമി ആൻഡ് ഓൾസോ ബാല പാർവതിക. വി ഹാവ് പാർവതി ബാബു, Rakana Sandeep, John Kaikoli. We have Purnima Babu, Tesni Khan. Yes, ladies and gentlemen, please put your hands together as I welcome each one of them. Jodi, let's welcome Jodi. Arun Ajkumar. Let's welcome Thomas. Yes. Thomas also onto the stage. ഷെയ്നും മഹിമയും അവർ 2 ക്യാരക്ടേഴ്സ്, അവർ 2 ഒന്നാണെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരുമില്ലേ? ഷെയ്ൻ മഹിമ പേര് അവർ ഒരാൾ കൈവയ്ക്കും, ഒരാളുള്ളൂ, 2 ആർട്ടിസ്റ്റ്. അത് ഈ സിനിമയിൽ എന്താവും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. കഴിഞ്ഞ ആദ്യം ഷെയ്ൻ്റെ അമ്മയാണെങ്കിൽ ഇത്തവണ ഞാൻ മഹിമയുടെയും ഷൈൻ്റെ അമ്മയാണ്. ഷൈൻ്റെയും മഹിമയുടെ അമ്മയാണ്. ഇവരുടെ ടീമിലൂടെ വർക്ക് ചെയ്യാൻ എപ്പോഴും ഒരു വലിയ സന്തോഷമാണ്, ഭയങ്കര എനർജിയാണ്. ഇഷ്കിന് ഷെയ്ൻ്റെ അമ്മയായിരുന്നു. ശരിക്കും ഒരു ഷൈൻ്റെ വിവേകാനന്ദക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ഷൈൻ്റെ അമ്മയായിരുന്നു. അങ്ങനെ പല സിനിമകളിൽ അമ്മ ആകാനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ട്. സാന്ദ്രയുടെ പദത്തിൽ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 2 ഡയറക്ടേഴ്സാണ് ഇതിലേക്ക് ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ സിനിമോഗ്രാഫർ ലൂക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് അവരൊന്നും ഇവിടെ കാണുന്നില്ല. കൈലാസിൻ്റെ പാട്ടുകളൊന്നും എല്ലാവർക്കും അറിയാം, എന്താണ് ഇഷ്ടപ്പെടുന്നത്. ഞാനും സിനിമ കണ്ടിട്ടില്ല, നിങ്ങളും പോലും തന്നെ അത്രയും പ്രതീക്ഷയിൽ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങളെ ബ്ലെസ് ചെയ്യണം, ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, ഈ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ചേച്ചി. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. ഒരുപാട് സന്തോഷമുണ്ട്.
എന്തായാലും ഈ ഒരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഭർത്താവായിട്ട് അഭിനയിക്കുന്നതാണ് വന്നിട്ടില്ല, ജാഫർ ഇടുക്കിയാണ്. അപ്പം ആ ഒരു സങ്കടം എനിക്കുണ്ട്. പക്ഷേ എന്നാലും നല്ലൊരു കഥാപാത്രം ചെയ്ത സന്തോഷം. നല്ല ക്രൂവാണ്. അപ്പം നല്ല മിടുക്കന്മാരായ 2 ക്യാരക്ടേഴ്സാണ് മലയാള സിനിമയ്ക്ക് വരാൻ പോകുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരുടെ ബ്ലെസ്സിങ്ങും ഞങ്ങൾക്ക് വേണം. താങ്ക് യു സോ മച്ച്. Thank you, and yes, we have Ramya Suri over here. ഹലോ, മൈക്കിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പൊതുവെ പേടിയുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇത്രയും നല്ലൊരു ഗ്രൂപ്പിൻ്റെ കൂടെ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ക്യാരക്ടർ എല്ലാം ചെയ്യാൻ പറ്റിയ സാൻഡ്രയാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ജൂലിയസ് പെല്ലിശ്ശേരിയുടെ ഞാൻ പറയുന്നത് മയക്കം, അതിൻ്റെ മമ്മൂക്കയുടെ വൈഫായിട്ടാണ്. അപ്പം സാറിൻ്റെയും മമ്മൂക്കയൊക്കെ ഈ ഒരു പോയിന്റ് ആലോചിക്കുകയാണ്. ആ ഒരു ക്യാരക്ടർ കണ്ടിട്ട് തന്നെയാണ് ഇവർ ഈ പടത്തിലേക്ക് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഒത്തിരി ബ്ലസ്ഡായിട്ട് ഫീൽ ആവുന്നു ആൻഡ് ഹാപ്പി ആയിട്ട് തോന്നുന്നു. എന്തായാലും ഈ പടം നല്ല രീതിക്ക് പറയണം. ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഒരുപാട് പേരുടെ എല്ലാത്തിനുള്ള പോലെ സ്ട്രെയിനും എല്ലാം കൂടെ കൂടിയിട്ടാണ് ഇത്രയും എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ളൊരു മൂവി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടായി കാണുന്നത് എനിക്ക് ഒത്തിരി നല്ല ആഗ്രഹമുണ്ട്. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഇതിനെപ്പോഴും എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കും. ഞങ്ങൾ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പണി കഴിഞ്ഞു. അപ്പോൾ ബാക്കി എല്ലാവർക്കും